എൻ്റെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വണക്കം. സൈലൻറ്റ് വാലി മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചലച്ചിത്ര ഗാനലോകത്തെ 3 മഹാരഥന്മാരെക്കുറിച്ച് ആണ് ഞാൻ 3 വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യത്തെ വീഡിയോ മഹാനായ സംഗീത സംവിധായകൻ MS വിശ്വനാഥനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം MSV എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ അദ്ദേഹത്തെ 2009 ജനുവരി 11 തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് അഭിമുഖം നടത്തിയത്. 15 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിൻ്റെ ഓർമ്മകൾ മായാതെ നിലനിൽക്കുന്നു. ഭാരതം കണ്ട സംഗീത തേജസ്സുകളിൽ ഒരാളായ MSVയെ ഒരു സാധാരണക്കാരനായ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു എന്ന് പറയുന്നത് ഒരു അത്ഭുതമായി ഇപ്പോഴും എനിക്ക് തോന്നുന്നു. ഫിലിം സംഗീതത്തിൻ്റെ പാരാവാരമായ അദ്ദേഹത്തിന് എങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് പിടികിട്ടിയില്ല. ആഴ്ചകൾ കടന്നുപോയി. ഇൻ്റർവ്യൂവിന് ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ ഞാൻ തിരുവനന്തപുരത്തു നിന്ന് നാഗർകോവിലിലേക്ക് യാത്ര തിരിച്ചു. അന്ന് കാസറ്റുകളുടെ ലോകമായിരുന്നു എല്ലായിടത്തും. നാഗർകോവിലിലെ ഓരോ കാസറ്റ് കടയും ഞാൻ കയറി ഇറങ്ങി MSVയുടെ പാട്ടുകളുടെ കാസറ്റുകൾ വാങ്ങിച്ചു. തമിഴിലെയും മലയാളത്തിലെയും പ്രധാനപ്പെട്ട 500ഓളം പാട്ടുകൾ ഞാൻ കേട്ട് പഠിച്ചു. തിരുവനന്തപുരത്തെ നിശാഗന്ധിയിൽ വെച്ചായിരുന്നു MSVക്ക് സ്വീകരണം. നിശാഗന്ധിയിലെ ഒരു സായം സന്ധ്യയിൽ സ്വരലയ സംഗീത സദസ്സിന് മുമ്പാകെ സംഗീതം പോലെ നിർമ്മലമായ തൻ്റെ മനസ്സ് തുറന്നുകൊണ്ട് ഗാനഗന്ധർവൻ യേശുദാസ് പറഞ്ഞു, എൻ്റെ കുട്ടിക്കാലത്ത് കേൾക്കാനിടയായ സുശീലയമ്മ പാടിയ ആലയമണിയിൽ ഓശയിൽ ഞാൻ കേട്ടേൻ എന്ന പാട്ടും അത്താൻ എന്നത്താൻ എന്ന പാട്ടും എപ്പോഴും കേൾക്കാൻ ഞാൻ കൊതിച്ചിരുന്നു. എനിക്ക് 22. ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങളിൽ 1000-ന് മുകളിൽ സംഗീതം നിർവഹിച്ചത് ലോകത്തിൽ അന്ന് മാത്രമാണ്. എങ്ങനെയാണ് വിഭിന്നങ്ങളായ ഇത്രയും പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യുന്നത്? അതൊക്കെ ദൈവത്തിന് അതൊക്കെ അറിയില്ല. I'm still students. I'm using music. I'm learning music. Okay. നിങ്ങളുടെ പാട്ടുകളുടെ ശക്തി എന്നും അതിൽ ഈണങ്ങളുടെ എളിമയാണ്. അതുകൊണ്ടാണ് അങ്ങേ മല്ലിസൈ മന്നർ കിങ് ഓഫ് ലൈറ്റ് മ്യൂസിക് എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇത് not only MS വിശ്വനാഥൻ, I am still beginner. എൻ്റെ ടീം വർക്ക് ഉണ്ടല്ലോ, രചന എഴുതിയത്, അതിനെ കമ്പോസിങ്, അതിനെ പാടിയത്, അതിനെ വായിച്ചത്, അതിനെ നടിച്ച നടന്മാർ, പാടിയവർ, ഓർക്കസ്ട്ര, നിങ്ങളുടെ മാതിരി രസികളൊക്കെ ചേർന്ന് എന്നെ ഉയർത്തി വേണം. മനസ്സിലായില്ല? അതുകൊണ്ട് വേറെ ഒന്നും ചോദിക്കാനില്ല. ഇറ്റ് ഈസ് ടീം വർക്ക്, നോട്ട് ഓൺലി വൺ മാൻ ഷോ. ഇത് വന്നിട്ട് എൻ്റെ തനി ചരിത്രമല്ല, എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു ഭംഗിയായ ഒരു ഉത്സവം എന്ന് പറയാം. എന്നെ പൊറുത്തവരെയും I am learning, still music learning. See, all the big people in Malabar and Malayalam, Tamil and Andhra side, Tamil side, എല്ലാം വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ശിഷ്യനായി ഇങ്ങനെ വളർന്ന് ഗുരു മാതാപിതാക്കളെയൊക്കെ ദൈവമായി മറിച്ച് എന്നും നിങ്ങളുടെ മുന്നിൽ തിരിഞ്ഞോട്ടി മാസേ വരുന്ന എൻ്റെ ദൈവമൊന്നുമില്ല, ദൈവം സഹായമുണ്ട്. ഇത് PB Srinivas, S.B. Balu, T.M. Soundarajan, Sushila, everybody is singing very, 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 very sportive music. മനസ്സിലായില്ലേ? നല്ല സ്ഥലമാണ് ജയചന്ദ്രൻ. എല്ലാവരും അവർക്ക് എന്ത് വരും, അവർ ഉച്ചയ്ക്ക് അവരുടെ വായന എന്ത് കിട്ടും നമുക്ക് അതിലടിക്കണം എൻ്റെ ജോലി. അവരെല്ലാം കൂടി ചെയ്യുന്ന ടീം. ശ്രീകുമാരൻ രചന പറഞ്ഞു ഓയിൽ. പിന്നെ വന്നിട്ട് നമ്മുടെ വൈവാവർമ്മ, അയാളുടെ മകൻ വിശ്വ തിരുമല, എല്ലാവരും എൻ്റെ കൂടെ ജോലി ചെയ്തവരാണ്. ഞങ്ങളെ അവരുടെ കൂടെ
അതായത് പൂവോടെ ചേർന്ന നാറും മണക്കും പറയും എന്താ പറയാ തമിഴില് പൂവോടെ ചേർന്ന നാറും മണക്കും ചേർന്ന അതായത് പൂവിന്റെ കൂടെ അതിന്റെ തണ്ട് മൂടിയിട്ട് മണക്കുന്ന പൂവിനോട് ചേർത്താൽ എക്സാജുറേഷൻ ഞാൻ അതിയായി പറയല്ല മലയാളത്തിൽ സംഗീതം നിർവഹിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പഴയ പാട്ടുകളുടെ ഈണമാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അങ്ങ് മലയാളത്തിൽ പുതിയ ഈണങ്ങളാണ് ഉപയോഗിച്ചത്. ഞാൻ പറയട്ടെ, പുതുസ് പഴസ് വലിയത് ചെറിയത് എന്നിട്ട് മ്യൂസിക്. അതായത് നല്ല രചന, അതിന് തകുന്ന മാതിരി സംഗീതം, അതിന് തകുന്ന മാതിരി വോയിസ്, അതിന് തകുന്ന മാതിരി സബ്ജക്റ്റ്, അങ്ങനെ ഒരു പൊർക്കാലം നല്ല ഗോൾഡൻ ആ പീരീഡ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ അത് ഇന്ന് കഴിഞ്ഞ് ഞാൻ ദൈവകടാക്ഷമുണ്ട് ഞാൻ കടപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഒരുപാട് കാര്യമൊന്നും എൻ്റെ കയ്യിലൊന്നുമില്ല. ഇറ്റ് ഈസ് വെരി ഫാക്ട്. ഇവിടെ സത്യമാണ്. കണ്ണദാസൻ ഈസ് മൈ വെരി വെരി ക്ലോസ്. കണ്ണദാസൻ, എൻ്റെ അമ്മ, ഇവരൊക്കെ മരിച്ച സമയത്ത് MGR കുറേയായി കഴിയും. വിശ്വനാഥ പാത്രം പോകാൻ എല്ലാവരും സൂസൈഡ് ചെയ്യാൻ പോകാം. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. എല്ലാവരും മലയാളത്തിലാകട്ടെ, തമിഴാകട്ടെ, തെലുങ്കിലാകട്ടെ, ഹിന്ദിയിലാകട്ടെ, ഓൾ റൈറ്റേഴ്സ്, നൗഷാദ് അലി ആൻഡ് RD ബർമൻ, SD ബർമൻ, അന്തർജി കിഷൻ, കല്യാൺജി ആൻജി, വി ആർ വെരി ക്ലോസ് ടു മീ. അവരുടെ എന്തൊക്കെയോ പഠിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയും. ബട്ട് ഓൾവേസ് ഗോൾഡ് ഈസ് ഗോൾഡ്. എന്തായാലും ഇവരെ പറഞ്ഞറിയോ, ഇപ്പോൾ കൂടി ആ ഗാനം രചനയുണ്ടല്ലോ, സാഹിത്യം, അതിന് തകുന്നമാതിരി മ്യൂസിക്, അതിന് തകുന്നമാതിരി നമ്മുടെ പഴമ മാറാതെ പുതുമൈ. அப்படி எல்லாம் അതായത് പുതിയ എന്നും പുതിയത് ആ പഴയ ഓണം ക്ലാസിക്കൽ. കർണാടക മ്യൂസിക് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ സെക്ഷൻ. ഞാൻ കർണാടക മ്യൂസിക്, ഇംഗ്ലീഷ് മ്യൂസിക്, ഹിന്ദുസ്ഥാൻ മ്യൂസിക് രസിക്കാൻ കാരണം എനിക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്. നമ്മുടെ മലയാള ഫോക്ക് സോങ്സ്, തമിഴ് ഫോക്ക് സോങ്സ്, തെലുഗു എല്ലാം മ്യൂസിക് ഇസ് എ വേൾഡ്. അതായത് ഉലകത്തിൽ ഈ സംഗീതം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു വലിയ ടോണിക്കാണ്. ഓരോ ലൈഫിലും ഓരോരുത്തരും. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഒരു കച്ചേരി ഞങ്ങൾ ചെയ്യാറുണ്ട്. ആ കച്ചേരി ചെയ്തപ്പോൾ കല്യാണ കച്ചേരി വേറെ ഗുണമൊക്കെ കേട്ടോ. പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 2 വർഷം നടന്ന സംഭവം. ഒരു ചിട്ട് വരണം, റസീർ എഴുതിച്ചു വേണ്ടിയില്ല രസികന്മാർ. അതുമാതിരി ഒരു ചീട്ട് എന്താണ് അറിയുമോ? அன்புள்ள விஸ்வநாதன் அவர்களுக்கு பாலிற்கும் பழங்களுக்கும் என்ற பாடலை விரும்பி கேட்கின்றேன். பாபன் என்ற படத்தில் 74 வயது கிழவி என் ஆசையை பூர்த்தி செய்தால் நீரோடு வாழ்வார். பாலிற்கும் ஒரு பாட்டு எடுக்கலாம். பாட்டு வழங்குவதை ஒரு கிழவி எழுதிக்கிறார். ഞാൻ വയസ്സിൽ ഒരേ വയസ്സ് എനിക്കൊരു എന്നെ അറിയാതെ ഒരു വകയിൽ വരും. ആ പ്രാക്ടീസ് ചെയ്ത് അപ്പം തന്നെ ആ പാട്ടിനെ ഞാനാണ് അമ്മയും പാടിയത് സുശീലയുടെ കൂടെ. ആ പാട്ട് പാടി 2 കച്ചേരി പാട്ട് പിടിച്ചുകൊണ്ട് ഞാൻ വേഗം ഉണ്ണാൻ പോകണം. റെസ്റ്റ് എടുക്കാൻ വേണ്ടി ടയർഡായിട്ട്. അപ്പോൾ ഇന്നൊരു സ്ത്രീകൾ തട്ടി തിരിഞ്ഞ് നോക്കുമ്പോൾ തലയിൽ ഉണ്ടാക്കുന്ന വീണു ഒട്ടപ്പാക്കി ലേഡി കണ്ണിൽ കണ്ണാടിയിട്ട് കണ്ണീർ വീഴുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്തിനാ കരയാണ്? ഞാൻ തന്നെ ഞാൻ ചെയ്തു തന്നു, നീ പാടി സന്തോഷം. ഞാൻ കരയുന്നത് എന്തിനു കരയുന്നത്? ഞാൻ നല്ലോണം പാടിയല്ലോ. അപ്പോൾ മറുപടി വീണ്ടും കരയണം. കരയുമ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ചോറിട്ട് കിടക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ആശയം ഞാൻ പൂർത്തി ചെയ്തു പോകാം. 64 ഇത് 70 കഴിഞ്ഞ് ഇത് 3 കൊല്ലത്തിൽ നടന്ന വിഷയം. നിങ്ങൾ എത്ര പറഞ്ഞ് ഞാൻ ഉറങ്ങാൻ സാധിക്കില്ല പറയുന്നത്. ഈ പാട്ട് നിങ്ങൾ എപ്പോൾ റിലീസ് ചെയ്തു? അതായത് ഈ പാട്ടിന് വയസ്സെന്തറിയോ? ഒരു 52 വയസ്സുണ്ടാവും. അവിടെ കമ്പോസ് ചെയ്ത പാട്ട്. ഈ പാട്ട് നിങ്ങൾ എപ്പോൾ കമ്പോസ് ചെയ്തോ അത് മുതൽ അപ്പോൾ റിലീസായ റെക്കോർഡിൽ നിന്ന് ഞാനും എൻ്റെ ഭർത്താവും ഇത് പുതിയ കേട്ടിട്ട് 2 മണിക്കേ കിടക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ ഭർത്താവില്ല. അയാളുടെ ഗവൺമെൻറ് വേണ്ടി പാടാൻ പറ്റാൻ ഇങ്ങനെയുള്ള പാടലാണ് ആ കാലത്ത് ഈ കാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വീട്ടിൽ ഞാനും എൻ്റെ വൈഫും പോയപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരുന്ന ചത്ത വീട്ടു, മരിച്ച വീട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ട് തേർക്കാട് എനിക്കൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ആ പാടി 51 വലിയ ഫാമിലിയാണ്. അവര് ഞാൻ ചീത്ത പറഞ്ഞു വേറെ എന്താണ് ഈ പാട്ടിട്ടോണ്ടിരുന്നത് അവസ്ഥയ്ക്ക്. അപ്പോൾ അവൻ പറഞ്ഞു വേറെ ഒരു വേണം
ശബ്ദം കിട്ടാൻ ചെയ്യാൻ പാടില്ല. പാവം അമ്മ മുത്തശ്ശി മരിച്ചിരിക്കുന്ന രക്ഷിക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ട് ശബ്ദം വിശ്വനാഥൻ കണ്ണാസിരിക്കുന്ന പാട്ടുകൾ ഞാൻ 6 മണി അത് ശട്ടിച്ചുട്ടുള്ള വീട് പറയുന്നത് ഇങ്ങനെ ഒരു 10 പടം കിട്ടുക പടത്തിൽ ജയിക്കുന്നതാണ്. അതാണ് പാട്ടിൻ്റെ ലൈഫ് ഈസ് മ്യൂസിക്. ഞാൻ ഈ അടുത്ത കാലത്തെ ഈ തമിഴ് പാട്ടുകൾ കേൾക്കുന്ന ഒരു ഇതിൽ കേട്ടപ്പോൾ പഴയ ഒരു പാട്ട് പാശവലൈ എന്ന് പറയുന്ന പാട്ടിലെ ആ പാട്ട് അൻപിനാലെ ഉണ്ടാകും ഇൻപമലി, ആ പാട്ട് എനിക്ക് എന്നും കേൾക്കണമെന്ന് തോന്നുന്നു. അത് കേട്ടില്ലെങ്കിൽ ഉറക്കം വരാത്തത്. അപ്പൊ അതെങ്ങനെയാണ് ആ പാട്ടിന്റെ ഫസ്റ്റ് ലിറിക്കിന്റെ രചന. ഞാൻ മിക്കവാറും നിങ്ങൾ കേൾക്കുന്ന പാട്ടുകളൊക്കെ എങ്ങനെ വന്നത് വെച്ചാൽ ആദ്യം സാഹിത്യം. വയനാട് വന്നിട്ട് കണ്ണദാസന്മാരെ എനിക്ക് വലിയ സ്നേഹമുള്ള മനുഷ്യനാണ്. അയാളൊരു പാട്ട് ഞാൻ മെട്ടുകൊടുത്തു, മെട്ടിന്റെ ട്യൂൺ ഇട്ട് കൊടുത്തപ്പോൾ അയാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മെട്ടിന് എൻ്റെ വാർത്തകൾ ശരിയാവുന്നില്ല, ഞാനൊരു പാട്ട് തരാൻ മെട്ടിൽ പറഞ്ഞു. അപ്പം ഞാനൊട്ട് മെട്ടിലെ പാട്ട് ചെയ്യില്ല. ആ പാട്ടൊന്ന് കണ്ണുനീർ ചൂടിയ സ്ത്രീകളോട് വെച്ച് അവർ പറഞ്ഞു. അത് പാടിച്ചു. ആ പാട്ട് എഴുതിയതിനു ശേഷം അയാളോട് പറഞ്ഞു, ഇത് നീ എന്നെ പാടണം, എന്നവരെ അത് പാടാതെ നീ എന്നെ പാടണം. ഞാൻ പറഞ്ഞു, മലയാളം മറന്നുപോയി തമിഴ് വന്നിട്ടില്ല എൻ്റെ സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാർത്തകളൊക്കെ ശുദ്ധമായി ഞാൻ മലയാളം പോലെ പുസ്തകയെ അമ്മയെ കണ്ടു തന്നെ അത് ഉത്തരവ് കേട്ടില്ല. പാടിച്ചു. പാട്ട് പാടി അക്ഷരങ്ങൾ എപ്പോഴേ വന്നു. അപ്പോൾ എൻ്റെ അമ്മ 7 കുട്ടികളെ ഞാൻ പ്രസവിച്ചില്ല എൻ്റെ ഭാര്യയ്ക്ക്. ആ സമയത്ത് എൻ്റെ അമ്മ ഒരു കഴിവില്ലേ, അവിടെ നീ മലയാളി പറഞ്ഞിരിക്കാൻ മലയാളി പാടിനത് ചീത്തയായിരിക്കും, പോയി മറുപടിയും വീണ്ടും പാടാതെ അക്ഷരങ്ങൾ ശരിയില്ല. അങ്ങനെ സ്റ്റിൽ വി ആർ ലേണിംഗ് ദ മ്യൂസിക് ആൻഡ് ലിറിക്. മലയാളം, തമിഴ് ഭാഷ, തെലുങ്ക് ഇവരൊക്കെ ഭാഷയല്ല. ഞങ്ങൾക്ക് എന്താ ഭാഷ അറിയാം? പയ്യക്കാർക്ക് കാരി ഗാമ പാത ഈ 7 ഭാഷ ലാംഗ്വേജ്. അതുകൊണ്ട് എല്ലാവരുടെയും ചോദിച്ചിട്ടും ആ ലിറിക്ക് അതിൻ്റെ ബ്യൂട്ടിഫുൾ ലിറിക്കിൻ്റെ തത്വങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. മെട്ട് കൊടുത്തിട്ട് പാട്ട് എഴുതുന്നത് അവിടെ പാട്ട് എഴുതി വെട്ടിട്ടാൽ നിങ്ങൾക്ക് സ്റ്റാൻഡിങ് ലൈഫാവും. ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് പിടിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിഷം പിടിക്കും, ചാതായിട്ട് ഞാൻ കൊടുക്കാൻ പാടും. എനിക്കെന്ത് പിടിക്കാതെ കൊടുക്കാൻ പാടും. എൻ്റെ പാട്ടിന് ഞാൻ സ്നേഹിച്ചു ചെയ്യുന്ന പാട്ട് പാടാൻ പാടും. അങ്ങനെ ഒരു പയ്യൻ ചെയ്തു ഒരു കച്ചേരിയിൽ നമ്മളിപ്പോൾ പാണ്ടിച്ചേരി. ആ ചെക്കൻ കൊണ്ട് ഒരു 2 വർഷം മുതൽ കച്ചേരി എല്ലാവരും പാടിക്കൊണ്ടിരിക്കണം. ആ പയ്യൻ പാടിക്കൊണ്ടിരിക്കണം. അവനെ ഒരു ചിട്ട് കൊടുക്കും, ചിട്ട് എഴുതി. അത് ആ ചെക്കൻ ചോദിച്ചു, ഞാൻ എടാ നീ ചീട്ട് വന്നിട്ട് ആരും എഴുതി തന്നു നമുക്ക് അത് നീ ആയിട്ടുള്ളത് എല്ലാം എനിക്ക് പിടിച്ച പാട്ട് പാടണം. അപ്പം ഞാൻ ജനനോട് പറഞ്ഞു, അവൻ ചെന്ന് വയസ്സെന്ന് ചോദിച്ചു. അവൻ 18 വയസ്സുണ്ട് ആ ചെക്കൻ. അവൻ 18 വയസ്സ് ചെക്കൻ 38 വയസ്സ് പാട്ടിനെ നീ തലയിൽ 38 കൊല്ലത്തിന് മുമ്പ് ഉണ്ടാക്കിയ പാട്ടത്. നെഞ്ചുള്ള ആലയത്തിൽ നിന്നേപ്പതെല്ലാം ഉള്ളത് പാട്ട്. അപ്പോൾ ഇപ്പോഴത്തെ രസികർക്ക് അത് പിടിക്കും ഇത് പിടിക്കും നമ്മൾ കേൾക്കാൻ പാടില്ല. നല്ല മാറ്റർ, നല്ല മേക്കർ. അങ്ങനെ ഈ ഭാഷകളിലെ അതിന്റെ ഓർമ്മ കാണുമോ? എനിക്ക് അൻപിനാലെ ഒരു ഭയങ്കര ഒരു പാട്ട് തന്നെയാണ്. പാട്ടും അതിന്റെ ആ ഫസ്റ്റ് ടൈറ്റിൽ സോങ് എന്ന് പറയുന്നത് അത് ഭയങ്കര, അതിന്റെ മുമ്പേ ഉള്ള ഇൻസ്ട്രുമെന്റൽ ബിറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര. അത് ആ സമയത്ത് അന്ന് ആ കാലത്ത് മോഡേൺ ആയി. ആ സമയത്ത് അങ്ങനെ പാട്ടില്ല. മോഡേൺ വേൾഡ് മ്യൂസിക് ഇല്ല. മ്യൂസിക് ഇസ് മ്യൂസിക്, ഇറ്റ് ഇസ് മ്യൂസിക്, ഇസ് മ്യൂസിക്. അതായത് കഥയ്ക്ക് തകർമാര് രചന, ആ രചനയ്ക്ക് തകർമാര് പാട്ട്, ആ പാട്ടിന് തകർമാര് മ്യൂസിക്, മ്യൂസിക് തകർമാര് പാടലുകൾക്ക് യേശുദാസ്, TM സൗന്ദര്യം, PB ശ്രീനിവാസ്, ബാലു, സുശീല, മണിജയറാം എല്ലാവരെയും ശരിയൊക്കെ അവർക്ക് തകർന്നമാര് പാട്ടുകൾ വരുന്ന കുറെ കൂടണം. മനസ്സിലായി? നമ്മളൊന്ന് ട്രെയിൻ സംതിങ് ഇനി നാളെ ഇരുന്ന് പാട്ട് ഇനി നന്നായി വരുന്ന ആശ. അതേമാതിരി സാർ വയലാർ രാമവർമ്മയുടെ മ്യൂസിക് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനും ശരത്ചന്ദ്രവർമ്മയ്ക്ക് പുതിയ അവർ പടം ചെയ്യുന്നുണ്ട്. വാലിബൻ ചുറ്റും ഉടക്കം ചുറ്റും വാലിബൻ ചുറ്റുമുല ഉടങ്ങുന്ന പടം. അതിലൊരു 7 പാട്ടെടുത്തു. അത് തമിഴ്. തമിഴ്
പിന്നെ അത് ലിറിക്സ് വന്നിട്ട് വാലി എന്നൊരു വാലി. കണ്ണദാസൻ വാലി. മലയാളത്തിൽ എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? മലയാളത്തിൽ ഇപ്പോൾ ഒരു പടം ചെയ്യാൻ പോകുന്നുണ്ട്. അതിനും ഇതായിട്ടില്ല. അതെ. അതുപോലെ അങ്ങ് ഫോക്ക് സംഗീതത്തിന്റെ ഈണങ്ങൾ, ഫോക്ക് സംഗീതം അതെ ഉപയോഗിക്കുന്നുണ്ടോ? ഫോക്ക് സോങ്. ഫോക്ക് അല്ലാതെ ഈ ഊമൈപ്പെണ്ണല്ലോ എന്നുള്ള പാട്ടിൽ അതെ അതിലത് ഉപയോഗിച്ചിട്ടുണ്ടോ? അതേ കേട്ടോ. അതിൻ്റെ ഊമൈപ്പെണ്ണല്ലോ അതൊരു ഭയങ്കര പാട്ട് തന്നെയാണ്. അതില്ല ഏതാണ്ട് പാട്ട് അറിയാട്ടോ. തമിഴ് ഇപ്പൊ കൂടുതൽ പഠിച്ചു. ഇപ്പൊ സാറിനെ കാണാൻ പറ്റുന്ന കുറച്ച് 4 ദിവസമായിട്ടും പഠിക്കുന്നു. ഓ അത് ഊമൈപ്പെണ്ണെന്നുള്ള അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മറാഠി ജാതി പെണ്ണിന് ജമിനി സാവിത്രി. നമ്മൾ ജമിനി ഗണേശന സാവിത്രിക്ക് എംജിആറിനോ ശിവാജിക്കോ പാട്ടിട്ടില്ല. ആ കഥയിൽ വരുന്ന പാത്രത്തിന്. അതേമാതിരി ഇന്നത്തെ അടിപൊളി പാട്ടുകളെന്ന് പറയുമല്ലോ, അതിന്റെ ഉത്ഭവം അല്ല അടിപൊളിയെ വലിക്കാം. അടിപൊളി എന്ന് പറയുന്നത് എന്നടിയിലാക്കമ്മ ഇന്ന് പാടിയാലും ജനമേ. അത് എൻ്റെ കുട്ടൻ്റെ അടി പെണ്ണായത്. എല്ലാ പാട്ടും അറിയാം. മലയാളത്തിൽ തമിഴിൽ എല്ലാം അറിയും. പുള്ളിയെ കണ്ടിട്ടുണ്ട്. പാടുമൊക്കെ ചെയ്യും. പ്രാക്ടീസ് ഉണ്ട്. എനിക്ക് നാളെ എഴുതാൻ അങ്ങോട്ട് ചെയ്യണം ഉത്സാഹിക്കാൻ വേണ്ടി അവാർഡ് കിട്ടുള്ളൂ എനിക്ക്. തമിഴ് ഇഷ്ട സംഘവുമായുള്ളതാണ്. തമിഴ് സീസൺ ബന്ധം അത് ഞാൻ തമിഴ് ഇംഗ്ലീഷ് തെലുങ്ക് മലയാളം ഇങ്ങനെയില്ല. ലാംഗ്വേജ് ഈസ് ലാംഗ്വേജ്. ആ ലാംഗ്വേജിന് എങ്ങനെ സ്വരങ്ങൾ കിട്ടണോ എനിക്ക് എല്ലാ സംഭവവും വേണം, എല്ലാവരും വേണം, എല്ലാവരും ആവശ്യം. അതുമാതിരി ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കാം. പി സുശീല ഇസ് എ ഗ്രേറ്റ് സിംഗർ. അതുകൊണ്ട് ആദ്യം പാടാൻ വരുമ്പോൾ തമിഴ് ശുദ്ധമായി അറിയാൻ വരുന്നു. തമിഴ് പഠിച്ചു വരാൻ പറഞ്ഞു. തമിഴ് പഠിച്ചു വന്ന് കലക്കി ഞാൻ പാട്ട്. അതേമാതിരി PBS ബാലു ഓണി ചെയ്യണം എല്ലാവരും. എന്റെ അസിസ്റ്റന്റ് എനിക്ക് എല്ലാവരും ചീഫാണ്. അസിസ്റ്റന്റ് നോ അസിസ്റ്റന്റ് ചീഫാണ്. മലയാളത്തിൽ ആദ്യം സാറിനും കൂടെ വരാനുള്ള ചെയ്യാൻ പോകുന്നു. അല്ല സാർ, അല്ല ആദ്യം ഗംഗാധരൻ അല്ല 2 പെൺകുട്ടികൾ ലില്ലി വരുന്നത് ജനോവാന്ന് പറയുന്നത്. ജനോവ ജനോവ. അപ്പോൾ ഇന്നൊരു പടം ഉണ്ടായിരുന്നു എഫ് നാഗൂറിന്റെ പടം. അതിനാണ് ജയചന്ദ്രൻ, സുശീല, ലില്ലിയാണ് രണ്ടാമത് ചെയ്തത് മലയാളം. അത് 1971 ലില്ലി അത് വിട്ടുപോയി. പിന്നെ പണിതീരാത്ത വീട്ടിൽ നിന്നുള്ള പാട്ടുകളും ജീവിക്കാൻ മറന്നുപോയി വീണപ്പോയി ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഫംഗ്ഷന് അതിന് വേണ്ടിയിട്ട് ഈ ബാംബെയിലൊക്കെ ജനങ്ങളൊക്കെ മരിച്ചു പോയി. അവരെ കുറിച്ച് ഒരു പാട്ട് ഉണ്ടാക്കിയില്ല. അതിന് ഞാൻ മ്യൂസിക് കൊടുത്തത്. ഇന്ന് പാടുന്നത് ഞാൻ ട്യൂൺ കൊടുത്തത്. അതൊക്കെ പാടും. പണം എന്നുള്ള പടം എനിക്ക് ആദ്യത്തെ പടം ആക്ച്വലാ നോക്കിയ ജനവ. അതല്ല തമിഴിൽ ജനവത്തെ പടമുണ്ട്. പണം വന്നിട്ട് വിശ്വനാഥ് നാമൂർത്തി 1952 51-52 പണമല്ല, കറുപ്പ് പണം. അല്ലല്ല പണം പണം കൊണ്ട് പണം. അത് ഫസ്റ്റ് പാട്ട് അതല്ല പണം. NSK അതെ ഇന്ത്യ തേടുവേൻ പണം. അതെ ആ ഇന്ത്യ തേടുവേൻ. രാമൂർത്തി സാർ എന്റെ കൂടെ തന്നെയുണ്ട്. അയാൾ സെപ്പറേറ്റായി ചെയ്ത് ഞാൻ സെപ്പറേറ്റായി ചെയ്ത് പ്രോഗ്രാം വരുമ്പോൾ ഒന്നിച്ചു വരും. ഇന്ത്യയിലെ പോലെ ശങ്കരകൃഷ്ണ പോലെ ഉള്ള ഒരു ഇന്ത്യയിൽ സംഘജീക്ഷനുണ്ട്, മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. ടീം ഹിന്ദി നിറയെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നീ
അതിൽ വന്നിട്ട് രാംഗീർ പാടിയിട്ടുണ്ട്, മുഹമ്മദ് റബി പാടിയിട്ടുണ്ട്, ചണ്ഡീഗഡ് ഭാനുമതി എല്ലാം പാടിയിട്ടുണ്ട്. ബാലമുരളി കൃഷ്ണ. നമ്മൾ റൈറ്റപ്പിൽ ഹിന്ദി വന്നിട്ടില്ല. ഹിന്ദി എത്ര പഠിച്ചു റൈറ്റപ്പിൽ വന്നില്ല. മുഹമ്മദ് റബി, കിഷോർ കുമാർ പാടിയിട്ടുണ്ട്, ഹേമന്ത് കുമാർ പാടിയിട്ടുണ്ട്, ലതാ മങ്കേഷ്കർ പാടിയിട്ടുണ്ട്, ജലത് മുഹമ്മദ് പാടിയിട്ടുണ്ട്, എല്ലാ ചെല്ലും ബാലമുരളി കൃഷ്ണ എല്ലാവരും പാടിയിട്ടുണ്ട്. അവർക്ക് തകർമാര് പാട്ടില്ല. അല്ല, ഇത് അത് തയ്യാറാക്കിയത്, ഇത് തയ്യാറാക്കിയത് അതില് ഹിന്ദി വന്നിട്ടില്ല. ഹിന്ദി പറഞ്ഞിട്ടില്ല. രണ്ട് പടമൊക്കെ അതിൽ ഹിന്ദി പറഞ്ഞിട്ടില്ല. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡവും പറഞ്ഞിട്ടില്ല. കന്നഡമുണ്ട് അല്ലേ? കന്നഡം എഴുതിയിട്ടില്ല. നെറ്റിൽ നിന്ന് എഴുതി. തമിഴ്, തെലുങ്ക്, മലയാളം, എന്താ തമിഴ്, തെലുങ്ക്, മലയാളം അല്ല, ഹിന്ദി, കന്നഡം. കർപ്പൂര ദീപത്തിൻ കാന്തി എന്ന പാട്ട് കർപ്പൂര ദീപത്തിൻ കണ്ടു ഞാൻ നിന്നെ ആ സന്ധ്യയിൽ. ജയചന്ദ്രൻ പാടം ദിവ്യദർശനം. അതിലാണ് സ്വർണ്ണ ഗോപുര നർത്തകി. 1973. ഈശ്വരൻ കളിക്കുന്നത് പോയി അത് ഇത് ഈ കർപ്പൂര ദീപത്തിന് അത് ഭയങ്കര കമ്പോസിഷൻ. നമുക്ക് എന്നത് കേട്ടോണ്ടിരിക്കുന്നു. അതില് ബി വസന്ത എന്ന ഫീമെയിൽ. പക്ഷെ എന്താ അറിയോ, ആ കാലഘട്ടം എന്ന് വെച്ചാല് എല്ലാവർക്കും ശ്രദ്ധ ജാസ്തിയുണ്ട്, പൈസ ആരും ചോദിക്കില്ല, പൈസ ചോദിക്കില്ല. കാരണം പാട്ട് നന്നായി പാടിയാൽ നമുക്ക് പേര് വരും. പാട്ട് നന്നാക്കണം, സിനിമ നന്നാവണം, അതൊരു ഇൻഡസ്ട്രി നന്നാവണം. ആ ഒരു ബോധത്തിലാണ് എല്ലാവരും. അതല്ലല്ലോ സൂപ്പർ സ്റ്റാർ നന്നാവണം. അതുപോലത്തെ മലയാളത്തില് എനിക്ക് പണ്ടവരെ ഏഷ്യാനെറ്റിൽ പോയിരുന്നു, ജീവൻ ടി വി, എത്ര കീഴിൽ പോയിരുന്നു. ഞാൻ ജഡ്ജായിട്ടാണ്. കുട്ടികളെ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ എൻ്റെ കൂടെ പറയാം, എൻ്റെ നഷ്ടപ്പെട്ടത് പൈസ കുട്ടി വിലക്ക് വന്നു. ഇവർ പാടിയ ആ പാട്ട് തരും, ഇവർ പാടിയ പണം തരും. ഈ പണത്തിന് വേണ്ടി അവരെന്ത് ചെയ്യണം, സംഗീതം പഠിക്കണം. ഞാൻ എൻ്റെ ചെറുപ്പുറത്തുള്ള നീലകണ്ഠൻ ബാലകമാണ്. എനിക്ക് അച്ഛനില്ല, മരിച്ചുപോയി. അപ്പോൾ എനിക്ക് പാട്ടിൽ വളരെ ശ്രദ്ധയായതുകൊണ്ട് ഞാൻ ഒരു സ്കൂളിൽ പഠിക്കുന്ന സ്കൂളിൽ പുറത്ത് സംഗീതം പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ കണ്ണൂരിൽ നീലകണ്ഠൻ ബാലൻ. അവിടെ പോയി മുമ്പോട്ടിരിക്കും, ആ കുട്ടികൾക്ക് വേണ്ടി അതൊക്കെ വായിക്കൊടുക്കും. ഗുരുനാഥൻ ഗോവിന്ദനെ പടം ഇങ്ങനെ കേട്ട് പഠിച്ചാണ് സംഗീതം ഫൗണ്ടേഷൻ വളരെ. അത് നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്, കർണാടക മ്യൂസിക്. ഞാൻ 13 വയസ്സിൽ കണ്ണൂർ കച്ചേരി ചെയ്തിട്ടുള്ളൂ. എൻ്റെ 13 വയസ്സിൽ ടൗൺ ഹാൾ. കണ്ണൂരാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ 13ാമത്തെ വയസ്സിൽ കണ്ണൂരാണ്. അതൊന്ന് തിരുത്താൻ പറയണേ. റിയാലിറ്റി ഷോകൾ അത്ര നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മനസ്സിലായില്ല. റിയാലിറ്റി ഷോകളിൽ റിയാലിറ്റി ജഡ്ജായിട്ട് പോയില്ലേ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എൻകറേജ് അത് പറയാൻ വേണ്ടി പോയതല്ല. ഞാൻ കുട്ടിയുടെ നല്ലോണം പാടുന്നത് കേൾക്കാൻ വേണ്ടി പോയതാണ്. മ്യൂസിക് ഡയറക്ടർക്ക് പണം കൊടുത്ത് സിനിമയിൽ പാട്ട് പാടാൻ ചാൻസ് വാങ്ങിക്കുകയാണ്. എല്ലാം കാശ് തന്നെ. അതുകൊണ്ട് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇൻട്രസ്റ്റ് ഉണ്ട്, നല്ല കുട്ടികളാണ്, നല്ല ശ്രുതിശുദ്ധം, താളുണ്ട്, അക്ഷരങ്ങൾ നന്നായിട്ട്. ഒരു ചെക്കൻ എൻ്റെ പാട്ട് പാടി, വാണിജ്യമാണ് പാടിയ പാട്ട്, ചെറിയ ഒരു പടത്തിൽ പാടിക്കൊണ്ടേരുന്ന ഒരു പാട്ട്, എന്ത് ഭംഗിയായ പാട്ട്. അങ്ങനെ അത് മുഖമായിട്ട് അതിൽ പാടിയ പാട്ടൊന്നും പാടി. അതുപോലെ പാട്ടുകളൊക്കെ ഇവിടുത്തെ കലകളൊക്കെ കുട്ടികളൊക്കെ വളരെ നന്നായി പാടുന്നുണ്ട്. ശ്രുതിശുദ്ധം, താളം, അക്ഷരങ്ങൾ ഇതൊക്കെ നന്നായിട്ടുണ്ട്. അവരൊക്കെ ഈ അത് കോടി നമ്മൾ പോകുമ്പോൾ അവർ അതിൻ്റെ ഇൻട്രസ്റ്റ് ജാസ്തിയായി പോകും. തീർച്ചയായും അതായത്
കാണുന്നുണ്ടോ? പണം വന്നിട്ട് ആരും സമ്പാദിക്കണം, എപ്പോഴും സമ്പാദിക്കണം. പണം നമ്മൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മൾ ചെയ്ത തൊഴിലിൻ്റെ മഹിമ, അതായത് നമ്മൾ ചെയ്യുന്നത് സംഗീതത്തിലൂടെ സേവ എന്നാ പറയാം. എനിക്കെല്ലാം ഞാൻ ഇതുവരെയ്ക്കും ഒരു പടത്തിനോടും ഒരു പ്രൊഡ്യൂസറോട് കൂടിയിട്ട് ഇത്ര പണം വേണമെന്നാലും ഞാൻ പറഞ്ഞിട്ടേയില്ല. ആവശ്യം പടം നന്നായി പോയതിനു ശേഷം വിളിച്ചു തരും. വിശ്വനാഥാജി കൊണ്ടുള്ള അഭിനയത്തിൽ മ്യൂസിക് പത്തേവരെ വെച്ചു. ഇങ്ങനെയാണ് കാലത്ത് പൈസയ്ക്ക് വേണ്ടിയില്ല, പാട്ട് നന്നായി വേണം. അതായത് മരിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന ജീവനോടുള്ള പാട്ടുകൾ, മാറ്റം തന്നെ ഇമ്മാറ്റം മെലഡീസ്, ഇവർക്കും വലുതുകൾ ഇറവാ പാടലുകൾ, ഇറങ്ങുന്ന ആവശ്യം പറയാം. പാട്ടിന് മരണമില്ല. ഏത് സമയത്ത് എപ്പോഴും നോക്കിയാലും ആ പാട്ടിനുള്ള ശക്തി എന്താണെന്ന് വെച്ചാൽ അത് ഓരോ പാട്ടും മലയാളമല്ല, തമിഴല്ല, തെലുങ്കല്ല, ഹിന്ദിയല്ല, ഏത് പാട്ടിനും അന്ന് ഒരു ചെക്കൻ മുഹമ്മദ് റബി മാറി പാടി. അങ്ങനെ അർത്ഥമില്ല. അത്ര നല്ല കുട്ടികളൊക്കെ അവരൊക്കെ നന്നായിരുന്ന ആശയുണ്ട്. അവരൊക്കെ നന്നായി നന്നായി തീരണം. അതാണ് എൻ്റെ ആശ. താങ്ക് യു സർ. ഇല്ല കൊടുക്കാൻ ഇപ്പം കണ്ണുനീർ തുള്ളിയേ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം, നിനക്കഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം, നിനക്കഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. വ്യാസനോ കാളിദാസനോ അത് ഭാസനോ ശല്യോ ഷേക്സ്പിയറോ, വ്യാസനോ കാളിദാസനോ അത് ഭാസനോ ശല്യോ ഷേക്സ്പിയറോ, അഭിനന്ദനം, നിനക്കഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. വിഷാദസാഗരമുള്ളിൽ ഇരമ്പും തുഷാരകൽക്കഥ ബിന്ദു, വിഷാദസാഗരമുള്ളിൽ ഇരമ്പും തുഷാരകൽക്കഥ ബിന്ദു, സ്ത്രീയൊരു വികാര വൈഡൂര്യ ബിന്ദു, സ്ത്രീയൊരു വികാര വൈഡൂര്യ ബിന്ദു. ശരിയാണ്, അതൊരു ചിപ്പിയിൽ വീണാൽ വൈഡൂര്യമാകുന്നു, പൂവിൽ വീണാൽ പരാഗമാകുന്നു. തുടരുത്, എടുത്തെറിയരുത്. ഇന്ദ്രനദായുധമാക്കി ഈശ്വരൻ ഭൂഷണമാക്കി വ്യഭിചാരത്തെരുവിൽ മനുഷ്യനാമുത്തുക്കൾ വിലപേശി വിൽക്കുന്നു, ഇന്ന് വിലപേശി വിൽക്കുന്നു. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ പ്രപഞ്ച സൗന്ദര്യമുള്ളിൽ വിടത്തും പ്രകാശ ബുൽബുധ ബിന്ദു, പ്രപഞ്ച സൗന്ദര്യമുള്ളിൽ വിടത്തും പ്രകാശ ബുൽബുധ ബിന്ദു, സ്ത്രീയൊരു പ്രഭാത നക്ഷത്ര ബിന്ദു. അതെ അതെ, ആ നീർക്കുമുളയിലേക്ക് നോക്കി നിന്നാൽ
പ്രകൃതി മുഴുവൻ പ്രതിബിംബിക്കുന്നത് കാണാം. തുടരുത്, അത് തുടയ്ക്കരുത്. ചന്ദ്രിക ചന്ദനം നൽകി എന്നൽ വന്നളകങ്ങൾ പുൽകി വഴിയാത്രയ്ക്കിടയിൽ മനുഷ്യനാ കുമിളകൾ വലവീശിയുടയ്ക്കുന്നു, ഇന്ന് വലവീശിയുടയ്ക്കുന്നു. കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. ആന ആവന്ന ഈന ഈയന്ന ഊന ഊവന്ന ഏന ഏയന്ന അയ്യന്ന ആന ആന ആവന്ന ആവന്ന ഈന ഈന ഈയന്ന ഈയന്ന ഊന ഊന ഊവന്ന ഊവന്ന ഏന ഏന ഏയന്ന ഏയന്ന അയ്യന്ന അയ്യന്ന ഓന ഊന ഓവന്ന ഓവന്ന അവന്ന അവന്ന അക്കന്ന അക്കന്ന. போதாமல் ஒரு நாளும் இருக்க வேண்டாம், அன்னையும் பிதாவும் முன்னறி தெய்வம், அகரம் முதல எழுத்தெல்லாம் ஆதி பகவன் முதற்றே உலகு, அன்பும் அறனும் உடைத்தாயின் இல்வாழ்க்கை அன்பும் மணிப்புறாவும் மாடப்புறாவும் மனசில் பேசும் பேச்சல்லோ, மங்கை நானும் தன்னந்தனியே மனசில் பாடிய பாட்டல்லோ. மணிப்புறாவும் மாடப்புறாவும் மனசில் பேசும் பேச்சல்லோ, மங்கை நானும் தன்னந்தனியே மனசில் பாடிய பாட்டல்லோ. ஊமை பெண்ணல்லோ இன்று பேசும் பெண்ணல்லோ, நெஞ்சில் ஆசை கொண்டே தமிழ் பாடும் கண்ணல்லோ. தமிழ் சேலை கட்டிக்கொண்டல்லோ, கட்டிக்கொண்டாடை ஒட்டிக்கொண்டல்லோ, கொஞ்சம் தமிழ் வார்த்தை நெஞ்சில் வந்தல்லோ. நெஞ்சம் ஒன்று சேரும் நேரம் இன்றல்லோ, நெஞ்சம் ஒன்று சேரும் நேரம் இந்த நேரம், சொந்தம் தந்ததாலே இன்பம் வந்தல்லோ. மணிப்புறாவும் மாடப்புறாவும் மனசில் பேசும் பேச்சல்லோ, மங்கை நானும் தன்னந்தனியே மனசில் பாடிய பாட்டல்லோ. ஊமை பெண்
பெண்ணல்லோ இன்று பேசும் பெண்ணல்லோ நெஞ்சில் ஆசை கொண்டே தமிழ் பாடும் கண்ணல்லோ காட்டில் வந்த வேடன் மானை கண்டல்லோ மானை கண்ட வேளை மயக்கம் கொண்டல்லோ இங்கே வந்த காதல் அங்கே வந்தல்லோ அங்கும் இங்கும் காதல் தூது சென்றல்லோ தூது சென்ற காதல் பாடி வந்த பாடல் சொந்தம் தந்ததாலே இன்பம் வந்தல்லோ மணிப்புறாவும் மாடப்புறாவும் மனசில் பேசும் பேச்சல்லோ மங்கை நானும் தன்னந்தனியே மனசில் பாடிய பாட்டல்லோ ஊமை பெண்ணல்லோ இன்று பேசும் பெண்ணல்லோ நெஞ்சில் ஆசை கொண்டே தமிழ் பாடும் கண்ணல்லோ ஓஹோ இது என்ன? இதுக்கு பேரு திருமாங்கல்யம், தாலின்னு கூட சொல்லுவாங்க. எங்க நாட்டுல இத தங்கத்துல செய்து மஞ்ச கயத்துல கோத்து பொண்ணு கழுத்துல மாப்பிள்ளை கட்டுவோம். இங்க எனக்கு தங்கம் கிடைக்கல, அதனால இந்த மஞ்சளையே உன் கழுத்துல கட்டிட்டேன். இந்திரா, இத ஒரு பொண்ணு கழுத்துல கட்டினவன் கூன் குருடு நொண்டி முடமா இருந்தாலும் சரி, அவன் தான் அவளுக்கு தெய்வம். எங்க நாட்டு பெண்கள் எல்லாம் இந்த மஞ்சளோட தான் சாகணும்னு பிரியப்படுவாங்க. அத்தா, இது மாதிரி எங்க ஜாதியிலயும் ஒரு வழக்கம் இருக்கு. என்ன? மனைவி உயிரோட இருக்கும்போது அவ கணவன் இன்னொரு பெண்ணை கல்யாணம் பண்ணிக்கிறதோ இல்ல பழகிறதோ தெரிஞ்சு போச்சுன்னா அந்த முதல் மனைவி தற்கொலை பண்ணிவிட்டு செத்து போயிடுவா. ஐயோ, ஏன் அப்படி? கல்யாணத்தன்னைக்கு பொண்ணு மாப்பிள்ள 2 பேரு கையும் கீறி அவங்க ரத்தத்தை ஒன்னா சேர்த்து கட்டிடுறாங்கல்ல. ஆமா. அன்னைக்கு ஒன்னா சேர்ந்த ரத்தம் மறுபடியும் பிரியவே கூடாதான். அப்படி பிரிஞ்சா அந்த பொண்ணு மலையில இருந்து குதிச்சோ இல்ல ஏரியில விழுந்தோ செத்து போயிடுவா. இது ரொம்ப கொடிய வழக்கமாச்சு. அதனாலதான் எங்க ஜாதி ஆம்பளைங்க எல்லாம் மத்த பொம்பளைங்க கிட்ட மரியாதையா நடந்துக்குவாங்க. அந்த பொம்பளைங்களும் ரொம்ப ஜாகிரதையா இருப்பாங்க. அத்தா, நீங்க போக வேண்டாம் அத்தா, போக வேண்டாம். முந்தி மாதிரி ஒளிஞ்சுக்குங்க. அவங்க கிட்ட நீங்க இல்லைன்னு சொல்லி அனுப்பிச்சிடுறேன். வாங்கத்தா. இந்திரா, உனக்கு தெரியாது, ராணுவ உத்தரவை மீறினா அது தாய் நாட்டுக்கு செய்த பெரிய துரோகமாகும். அதுக்காக எனக்கு கடுமையான தண்டனை கிடைக்கும். அப்புறம் நீ என்ன பார்க்கவே முடியாது. இந்திரா, அழாத இந்திரா. இத பாரு, நான் வானத்துல பறந்தால், கடல்ல நீந்தினால், தரையில ஊர்ந்தால், என் மனசு எப்பவும் உன் இதயத்துலதான் தவந்துகிட்டே இருக்கும். உன்னை விட்டு பிரிஞ்சு என்னால ரொம்ப நாளைக்கு இருக்க முடியாது. நான் சீக்கிரமா வந்துடுவேன், கவலைப்படாத. மிஸ்டர் வேலு. எஸ், ஐ அம் கமிங். ஐயா, அவர் விமானத்திலிருந்து விழுந்து எவ்வளவோ கஷ்டப்பட்டு இப்பதான் கொஞ்சம் சௌகரியமா இருக்காரு. நேத்திக்கு தான் எனக்கும் அவருக்கும் கல்யாணம் ஆச்சு. தயவு செஞ்சு அவரை விட்டுடுங்க ஐயா. அதற்கு எனக்கு அதிகாரம் இல்லை. இவரை தேடிதான் இத்தனை நாட்களா அலைஞ்சுகிட்டு இருந்தோம். ராணுவ உத்தரவு கீழ்ப்படிய வேண்டியது எங்கள் கடமை. இந்திரா, இத பாரு, நீ கவலைப்படாது. நான் கூடிய சீக்கிரம் வந்து உன்னை கூட்டிட்டு போறேன். அப்பா எங்க? பாபு. ஐயா, இந்திராவை ஜாக்கிரதையா கவனிச்சுக்குங்க. நான் சீக்கிரம் வந்துடுறேன். எஸ்.